നമസ്കാരം. നമുക്കാദ്യം ഒരമ്മയുടെ പ്രതികരണം കണ്ടു. മന്ത്രിസഭ ഇവിടെ എത്താതെ ഞാൻ ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമല്ല. ഇവിടെ കിടന്ന് ചത്താലും ശരി. എന്റെ മുമ്പിൽ ഇരുന്നോണ്ട് പറയുന്നത് ഞാൻ ഡിമാൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാൻ തോന്നിയതെന്ന് അവർക്ക്. അതെ, ഡിമാൻഡ് ചെയ്തില്ല, ഇപ്പോഴാ ഡിമാൻഡ് ചെയ്തതെന്ന് എന്റെ മുമ്പിൽ ഇരുന്നോണ്ട് സംസാരിച്ചതാണ്. ഓരോ കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്ത് അവരിപ്പോഴാണ് ഡിമാൻഡ് ചെയ്തതെന്ന്. അപ്പൊ ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമുള്ള അന്വേഷണ സൗകര്യങ്ങളെ നമുക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഡിമാൻഡ് ചെയ്യാൻ ഒരമ്മ ഒരു 3 പേരെ നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരമ്മ വന്ന് 7ാമത്തെ ദിവസം ഡിമാൻഡ് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മുടെ ഭരണകൂടം ഉണർന്നെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇനി അച്ഛനെ കാണാതായ ഒരു മകൾ പ്രതികരിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് കാണാതായിട്ട് 8ാമത്തെ ദിവസമാണ്. അപ്പം ഈ 8ാമത്തെ ദിവസത്തിലല്ല ഇത്രയും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. പക്ഷെ അതിനുള്ള സംവിധാനം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അന്ന് തന്നെയാണ് കളക്ടർ പറഞ്ഞത്, സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്, നേവി ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പല റഡാറുകളും ഇലക്ട്രോണിക് ഡിവൈസുകളും എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് യൂസ് ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലില്ലെന്നാണ് കളക്ടർ മാഡം ഞങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇത്രയും സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട്, ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നടത്താതെ, അവർക്കൊരു അപകടം വരുമ്പോൾ ഹെൽപ്പ് ചെയ്യാതെ ഇരിക്കുന്ന സംവിധാനങ്ങളെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മളൊരു ഭാര്യയുടെ വിലാപം കൂടി കേൾക്കണം. കാര്യക്ഷമമല്ല, തെരച്ചിലൊന്നും കാര്യക്ഷമമല്ല. അവർ കൈവിട്ട മക്കിലാണ് നിൽക്കുന്നത്. ഒരു തെരച്ചിലൊന്നും അവർ നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം മകനെക്കുറിച്ച് ഓർത്ത് തേങ്ങുന്ന ചവറയിലെ മത്സ്യത്തൊഴിലാളി കുടുംബാംഗം രേഷ്മയെയാണ് നാം ആദ്യം കണ്ടത്. 7 ദിവസം പിന്നിട്ടിട്ടും കടലിൽ കാണാതായ മകനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതായതോടെ തിരച്ചിലിൻ്റെ സത്യാവസ്ഥ അറിയാനെത്തിയതാണ് രേഷ്മ. ഭർത്താവിനെയും അച്ഛനെയും കടലിൽ നഷ്ടപ്പെട്ട രേഷ്മയുടെ വിലാപം എല്ലാവരുടെയും കണ്ണു നനയിക്കുന്നതാണ്. വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിന്റെ മകളാണ് ജിജി. അച്ഛനെ കാണാതായതിൻ്റെ രോഷവും സങ്കടവും മാത്രമല്ല, തിരച്ചിലിലെ അനാസ്ഥ കൂടിയാണ് ആ വാക്കുകളിലൂടെ പുറത്തു വന്നത്. മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിന്റെ ഭാര്യയും സമാനമായ പ്രയാസം അനുഭവിക്കുന്നു. 2018 മുതൽ കേരളത്തിലെ പ്രളയമേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനെത്തുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൻ്റെ സൈന്യമെന്നാണ് നമ്മളെല്ലാം അവരെ വിശേഷിപ്പിക്കാറ്. അവരുടെ ധീരതയാർന്ന ഇടപെടലുകളിലൂടെ നിരവധി ജീവനുകളാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഈ പ്രളയകാലത്ത് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ പത്തനംതിട്ടയിലേക്കും അവരെത്തി. പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയും ചെയ്തു. വള്ളവുമായി വീടുകളിലെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആപത്ത് വന്നപ്പോൾ സർക്കാർ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. കടുത്ത അവഗണന എല്ലാ മേഖലയിലും നേരിടുന്നുവെന്നും ഇവർ തുറന്നു പറയുന്നു. മാത്രവുമല്ല, ഈ ദുരനുഭവം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ചിലർക്കെതിരെ കടുത്ത സൈബർ ആക്രമണവും നടക്കുന്നുണ്ട്. തങ്ങളുടെ ഉറ്റവർക്കായി രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നത് മാത്രമല്ല ഇവരുടെ പ്രശ്നം. മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തങ്ങളെ കൂടുതൽ വേദനിപ്പിച്ചുവെന്ന് അവർ പറഞ്ഞു. ഞാൻ അതൊക്കെ ഇതൊക്കെ നമുക്കറിയാലോ, തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ, അത് നമുക്കറിയാലോ. തീരദേശത്തെ മുഴുവൻ അപമാനിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെന്നാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖല ഏറ്റവും അപകടം നിറഞ്ഞ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഫിഷറീസ് വകുപ്പും മന്ത്രിയും എവിടെയെന്ന ചോദ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇവരെ ആശ്വസിപ്പിക്കാൻ പോലും ഫിഷറീസ് വകുപ്പ് മന്ത്രിയോ ഫിഷറീസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോ എത്തിയില്ല എന്നും ഇവർ പറയുന്നു. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ പ്രളയകാലത്ത് ഉപയോഗിക്കുക മാത്രമല്ല, അവരെ സംരക്ഷിക്കുക കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് സർക്കാർ ഓർക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.